എനിക്കറിയേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്ത് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെന്ന്? ഒരു രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും തന്റെ കളിപ്പാട്ട് നഷ്ടപ്പെട്ട ഒരു കൊച്ചുകുട്ടിക്കും ഒരേ സ്ട്രെസ്സാണ്. ഏറ്റവും നന്നായിട്ട് പെരുമാറേണ്ട വീട്ടിലാണ്, കാരണം എപ്പോഴും വീട്ടിലായിരിക്കുന്നു. വീട്ടുകാരുടെ ഏറ്റവും അപ്പൊ വീട്ടുകാരെ അന്യരായിട്ട് കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ശരിയാണ്. വീട്ടുകാര് സ്വന്തക്കാരാണെന്ന് തോന്നിയ പോയി എനിക്ക് എന്റെ ഭാര്യയാണോ മക്കളാണോ ആ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തും പറയാനുള്ള ലൈസൻസാ. അതുകൊണ്ടാണ് ഗരുഡൻ ഈ അമൃതകുംഭവുമായിട്ട് പോയ സമയത്ത് റെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിലാണ് ഈ കുംഭമേള അവിടെ തുളുമ്പി വീഴുക ഉണ്ടായി എന്നൊക്കെ സിംബോളിക്കായിട്ട് പറയുന്നതിൻ്റെ കാര്യം. ഒന്നാമത് നമ്മൾ ഈ ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടായത് ഈ കുംഭമേള നടക്കുന്ന ടൈമിലാണ് നമ്മുടെ അഘോരി എന്നുള്ള നോവൽ പ്രകാശനം. അത് യാദൃശ്ചികമായിട്ട് വന്നതാണ്. അപ്പൊ അവിടെ അത് അപ്പം തന്നെ ഹീൽ ചെയ്യുകയും ചെയ്ത് ആ ഒരു നമ്മളായാലും ഒരു സുഹൃത്ത് എങ്ങനെ ഇത്ര ആലോചിച്ചാൽ മതി. ഒരു സുഹൃത്തുക്കൾ എങ്ങനെ ഒരു വീട്ടിൽ കഴിയുന്നു. നമ്മുടെ സ്വന്തക്കാരായിട്ട് വീട്ടുകാരെ കണ്ടാൽ പോയി. അത് ഭാര്യയായാലും ഭർത്താവായാലും ഒക്കെ സ്വന്തക്കാരാണെന്ന് കണ്ടാൽ നമുക്ക് എന്തും കാണിക്കാം. ആളുകൾ ഏറ്റവും മാന്യമായിട്ട് പെരുമാറുന്ന പുറത്തും ഏറ്റവും മോശമായിട്ട് പെരുമാറുന്ന വീട്ടിലും. പക്ഷെ ഏറ്റവും മോശമായിട്ട് ഏറ്റവും നന്നായിട്ട് പെരുമാറുന്ന വീട്ടിലാണ്, കാരണം എപ്പോഴും വീട്ടിലായിരിക്കുന്നു. വീട്ടുകാരുടെ അപ്പൊ വീട്ടുകാരെ അന്യരായിട്ട് കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ശരിയാണ്. വീട്ടുകാര് സ്വന്തക്കാരാണെന്ന് തോന്നിയ പോയി എനിക്ക് എന്റെ ഭാര്യയാണോ മക്കളാണോ ആ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തും പറയാനുള്ള ലൈസൻസാ. പക്ഷെ അന്യരായിട്ട് കണ്ടാലോ, ഒരു സുഹൃത്തായിട്ട് കണ്ടാലോ, പലപ്പോഴും സംഭവിക്കുന്നത് ഈ വഴക്കൊക്കെ ഉണ്ടാക്കി ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ ആലോചിക്കുന്നത് അയ്യോ അതൊരു വ്യക്തിയായി, ഒരു സുഹൃത്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിരുന്നു, ഞാനത് പറ്റിയില്ല, വൈകിപ്പോവും. കുട്ടി വഴിവഴിച്ച് പോയി കഴിയുമ്പോൾ അത് വ്യക്തിയായിട്ട് കാണേണ്ടതായിരുന്നു, മോനായിട്ട് കണ്ടു, ശ്രദ്ധിച്ചില്ല. അപ്പം ക്വാളിറ്റി ടൈംസിലൂടെ സുഹൃത്തുക്കളായിട്ട് കണ്ടുകൊണ്ട് എന്നാൽ സ്ട്രിക്റ്റ് ആവേണ്ടത് സ്ട്രിക്റ്റ് ആയിക്കൊണ്ടും ഒരു സുഹൃത്തുക്കൾക്കിടയിലുള്ള സംസാര രീതികൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഒരു സുഹൃത്തിനോട് എന്ന രീതിയിൽ മകനോടോ മകളോടോ നമുക്ക് സംസാരിക്കാൻ പറ്റണം. അവർക്ക് ഇങ്ങോട്ടും പറ്റണം. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ അവർക്ക് ഇങ്ങോട്ട് സംസാരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ സുഹൃത്താണെങ്കിൽ എങ്ങനെയാ പറയാ, ഡാ ഇങ്ങനെ കാണിക്കുന്നേ പറയുമോ? പറയും. അങ്ങനെയല്ല പറയുന്നത്. ഒരു റൂമിൽ ഒന്നിച്ച് താമസിക്കുക, ഒരു കാര്യം ശരിയല്ലെങ്കിൽ സുഹൃത്തിനോട് നമ്മൾ എങ്ങനെ പറയാം, ഡാ ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്ന് പറയത്തില്ല. നമ്മളവിടെ പറയും, അളിയാ എന്താടാ എടാ ഇങ്ങനെയാണോടാ, ഇതൊന്നൊന്ന് മാറ്റി വെക്കടാ, ഇത് വിളിച്ചേടാ നിന്റെ സാധനമെങ്കിലും നീ ഒന്ന് മാറ്റി വെക്ക് എന്ന് സ്നേഹത്തോടെയും റെസ്പെക്റ്റോടെയും ഒരു റിക്വസ്റ്റ് പോലെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. നമ്മൾ നമ്മുടെ മകനോടോ മകളോടോ അങ്ങനെ പറയുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വീട്ടുകാരെ അന്യരായിട്ട് കാണണമെന്നും അങ്ങനെ തന്നെ പെരുമാറണമെന്നും. അപ്പൊ കുട്ടികളും അങ്ങനെ നമ്മളോട് പെരുമാറും. അപ്പൊ ഇവർക്ക് അവന്റെ കൂട്ടുകാരിൽ ഒരാളായിട്ട് നമ്മളെയും കാണും, അല്ലെ കൂട്ടുകാരികളിൽ ഒരാളായിട്ട്. അറിയാതെ ഈ ശീലം അവരെ കാണുന്നത് നമ്മളെയും കാണും. അവന്റെ തമാശകളിൽ നമ്മളും ഇടപെടും, അവന്റെ കാര്യങ്ങൾ. അപ്പം നമ്മൾ തന്തവയുമായിട്ട് മാറത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടുള്ള അതിനകത്തിൽ കൂടെ നമുക്ക് ഉപദേശങ്ങളാണെന്ന് തോന്നാത്ത രീതിയിൽ തമാശകളും കഥകളും പറയുന്ന പല പല എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പം വന്നു ഈ സാധനങ്ങളൊക്കെ കേട്ടാൽ. ഇപ്പം അവർ പറയുന്ന ഒരു 10 കാര്യം കേട്ടാൽ 2 കാര്യം നമ്മൾ പറയുന്ന അവർ കേൾക്കും. സാമാന്യ മര്യാദയാണ്. ആ 2 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, ഗൈഡൻസ് ആണെങ്കിൽ അവരത് ഉൾക്കൊള്ളും. ഉറപ്പായിട്ടും. ഈ സാധനത്തിന് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, അതിനുവേണ്ടി സമയം സ്പെൻഡ് ചെയ്യണം. അതിനുവേണ്ടി മനഃപൂർവ്വം എനിക്ക് ഒരുപാട് സ്ട്രെസ് കാണും. ഇത് നമ്മൾ എന്താണെന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. ഇപ്പം എൻ്റെ 4 കൂട്ടുകാർ എൻ്റെ വീട്ടിൽ കഴിയാണ്, ഒരു ലോഡ്ജ് കഴിയാണ്. എനിക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് അവൻ അറിയേണ്ട കാര്യമുണ്ടോ? ഞാൻ രോഹിത് നമ്മൾ ഒന്നിച്ച് റൂമിൽ കഴിയുന്നു, ഞാൻ രോഹിത്തിനെ ചീത്ത വിളിക്കുന്നു. അത് എൻ്റെ സ്ട്രെസ് കൊണ്ടാണ്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സായിട്ടിരിക്കുന്നു, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുന്നു. എനിക്കറിയേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്ത് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെന്ന്? ഇതുപോലെ തന്നെയാണ് വീട്ടിലും. എനിക്ക് എൻ്റെ കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ എൻ്റെ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ അറിയേണ്ട ഒരു കാര്യമില്ല. കാരണം അവർക്ക് അവരുടെ സ്ട്രെസ് ഉണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കുട്ടികളെ വളർത്തുന്ന ഇതൊക്കെ നിസ്സാരമല്ല, വളരെ ബുദ്ധിമുട്ടും സ്ട്രെസ്സും ഉള്ള കാര്യമാണ്. അതിൻ്റെ കൗൺസിലിങ് വൈഫും കൗൺസിൽ ചെയ്യുന്നു. ഇതെല്ലാം പുള്ളിക്കാരത്തി ഡീൽ ചെയ്യുന്ന പറഞ്ഞാൽ അവർക്ക് അവരുടെ സ്ട്രെസ് ഉണ്ട്. ഞാൻ പറഞ്ഞെന്തോ, ഞാൻ ഈ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് വേണ്ടിയാ എൻ്റെ സ്ട്രെസ് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്തിനാ മനസ്സിലാക്കുന്നേ? കുട്ടികൾ ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടാണ് അവർ കഴിയുന്നത്, നിങ്ങളും എൻ്റെ സ്ട്രെസ് ഷെയർ ചെയ്യണം. എന്തിനു ഷെയർ ചെയ്യണം? അവർക്ക് അവരുടെ സ്ട്രെസ് ഉണ്ട്. വിദ്യാഭ്യാസത്തിന്റെ എങ്ങനെ ഈ സെമിസ്റ്റർ എങ്ങനെ പാസ്സാവുമെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും മോള്. ഈ സപ്ലി വരാതെ ആ സമയത്താ ഞാൻ ചെന്നിട്ട് എൻ്റെ കാര്യം പറയുന്നത്. അപ്പം എല്ലാവർക്കും അവരുടെ സ്ട്രെസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ സ്ട്രെസ്സിനകത്ത് നമ്മുടെ സ്ട്രെസ് ഇറക്കി വെക്കാനുള്ള ഒരു സംവിധാനമായിട്ട് കൊച്ചുകുട്ടിക്ക് അവന്റെ സ്ട്രെസ് ഉണ്ട്.
ഒരു രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും തൻ്റെ കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു കൊച്ചുകുട്ടിക്കും ഒരേ സ്ട്രെസ്സാണ് എന്ന് പറയും, ഒരേ വിഷമമാണ്. നമുക്കാണ് അത് നിസ്സാരം, കളിപ്പാട്ടല്ലേ. അവനെ സംബന്ധിച്ച് രാജ്യം നഷ്ടപ്പെട്ടു. അപ്പൊ അവന് സ്ട്രെസ്സും. അവനെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവൻ്റെ ഉള്ളിലൊരു വലിയ വ്യക്തിയുണ്ട്. നമ്മൾ പിള്ളേരായിട്ട് കാണുന്നില്ല. അപ്പൊ അവനുമായിട്ട് ഒരു അടി കൊടുത്തിട്ട് അവനെ കറക്റ്റ് കാര്യം പഠിപ്പിച്ചിട്ട് പിന്നെ അവൻ്റെ കൂടെ 10 മിനിറ്റ് കളിക്കാൻ നമുക്ക് പറ്റിയെങ്കിലേ ആ സുഹൃത്ത് ബന്ധം നിലനിൽക്കൂ. അങ്ങനെ സുഹൃത്ത് ബന്ധങ്ങൾ വീട്ടുകാർ തമ്മിൽ സ്ഥാനമാനങ്ങൾ കളഞ്ഞിട്ട് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ കഷ്ടപ്പാട് എൻ്റെ മകനോ മകളോ മനസ്സിലാക്കും. ആ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെടുന്നു, എൻ്റെ സുഹൃത്താണ്. ഒരു സുഹൃത്ത് കഷ്ടപ്പെടുന്ന എത്ര നേരം നോക്കിയിരിക്കും നമ്മൾ. ഒരു സുഹൃത്ത് പറഞ്ഞാൽ നമ്മൾ കേൾക്കും, പക്ഷെ ഒരു മുതലാളി പറഞ്ഞാൽ കേൾക്കും ഇല്ല. എങ്ങനെ കേൾക്കാതിരിക്കാന്നാലോ. അപ്പം ഒരു സുഹൃത്ത് പറഞ്ഞാൽ മാത്രം പോലെ, ശരിക്കും അവരായി മാറണം. നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും ചെയ്യേണ്ടി വരും. അപ്പം നമ്മുടെ സ്ട്രെസ്സ് നമ്മൾ ഒഴുക്കാനുള്ള ഉപകരണങ്ങളായിട്ട് കുട്ടികളെ കാണാതിരിക്കുക, എന്നിട്ട് നമ്മൾ അവരെ സുഹൃത്തുക്കളാക്കി മാറ്റുക അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ അവർ നമ്മൾ പറയുന്നത് കേൾക്കും. താല്പര്യമില്ലെങ്കിലും, മുഖം ചുളിച്ചാലും, കരഞ്ഞുകൊണ്ടാണെങ്കിലും, വിഷമമുണ്ടെങ്കിലും നമ്മൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. കാരണം എൻ്റെ അച്ഛൻ പറയുന്നു, എൻ്റെ അമ്മ പറയുന്നു, അതുകൊണ്ട് ഞാൻ കേൾക്കും എന്ന് പറയുന്ന രീതിയിലേക്ക് പറയിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇതിനപ്പുറം നമ്മൾ കാണേണ്ടി വരും. ഓക്കെ അല്ലേ? മഹാകുംഭമേളയിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പം ഒരുപാട് പേര് കുംഭമേളയ്ക്ക് പോയ അനുഭവങ്ങളൊക്കെ അബാക് മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ അനുഭവം കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. എങ്ങനെയാണ് കുംഭമേള പോയപ്പോൾ ആത്മീയ തലത്തിൽ ഫീൽ ചെയ്തത്, എങ്ങനെയൊന്നും പറഞ്ഞാൽ കൊള്ളാതെ. ഈ കുംഭമേള സംബന്ധിച്ച് നമ്മൾ ആദ്യമേ തന്നെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. വലിയ ബുദ്ധിമുട്ട് വന്നില്ല. ജൂനാഘാടകൾ തന്നെയുള്ള നമ്മുടെ ഒരു ഗുരു പരമ്പരയെ ബന്ധപ്പെട്ടുള്ള വേറൊരു പരമ്പരയിൽപ്പെട്ട അവിടെയാണ് നമ്മൾ താമസമൊക്കെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഞാനും വൈഫും കൂടെയാണ് പോയത്. അപ്പം നമ്മൾ ഈ ഏറ്റവും വലിയൊരു ഭാഗ്യം ഉണ്ടായത് ഈ കുംഭമേള നടക്കുന്ന ടൈമിലാണ് നമ്മുടെ അഘോരി എന്നുള്ള നോവൽ പ്രകാശനം ചെയ്തത്. അത് യാദൃശ്ചികമായിട്ട് വന്നതാണ്. ജൂനാഘാടിലെ തന്നെ സ്വാമി ഭാഗ്യാനന്ദ ഗിരി മഹാരാജ് എന്ന് പറയുന്ന സ്വാമിയാണ് പ്രകാശനം ചെയ്തത്. അവിടെ നമ്മൾ ഇതെല്ലാം ഒരു ഈശ്വരീയമായ ഒരു നിയന്ത്രണത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും പ്ലാൻഡ് അല്ല. നമുക്ക് ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രചോദനവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ദേവിയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഇച്ഛ അനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. അത് പറയാൻ കാരണം നമ്മൾ ഇതിൽ പറയുന്ന ഈ നോവലിൽ തന്നെ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഒരു ഭാവനയിൽ എഴുതിയ പല കാര്യങ്ങളും പിന്നീട് മനസ്സിലാക്കുകയാണ് അങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ എക്സാമ്പിൾ ഇതിനകത്തിൽ നേരിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ആലോചിക്കാൻ വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എളുപ്പമായിരിക്കും. പക്ഷേ അന്നേരം നമുക്കിത് വരാൻ വലിയ ബുദ്ധിമുട്ട്. കുറേ ആലോചിച്ച ശേഷമാണ്. കാരണം ഇതിനകത്തൊരു സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ക്രൈം ത്രില്ലർ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു കൊലപാതകം നടക്കുന്നതും 2 പേർ അത് അന്വേഷിച്ച് പോകുന്നതായിട്ടാണ്. അപ്പോൾ ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് അഘോര സമ്പ്രദായത്തിൽപ്പെട്ട ഒരാളാണെന്ന് തിരിച്ചറിയുന്നു. കുറേ രുദ്രാക്ഷമൊക്കെ കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് പൊട്ടിയ രുദ്രാക്ഷം. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇന്ന് ഈ കഥ അങ്ങനെയാണ് പോകുന്നത്. അഘോരികളെ അന്വേഷിച്ച് പോകുന്നു നാഗാസന്യാസിമാർ. രണ്ടാണ് അഘോരികൾ നാഗാസന്യാസം. എങ്കിലും ഇത് ഒന്നിച്ചുള്ള ചില പന്ഥാവുകളുമുണ്ട്, ചില സംഭവം. അപ്പോൾ നമ്മൾ ആ ഒന്നിച്ചുള്ള ഒരു സംവിധാനം കണക്കിലെടുത്തിട്ടാണ് ഇത് കഥ പറയുന്നത്. അപ്പോൾ ഈ സംഭവം ലോജിക്കലി അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇവരൊരിക്കലും ഭൗതിക കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ സാധാരണ ഒരു കൊലപാതകം നടക്കുക, ഒരു അഘോരി വന്നിട്ട് അല്ലെങ്കിൽ നാഗാസന്യാസി വന്ന് കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അതെ. അപ്പോൾ സാധാരണ ആളുകൾക്ക് ലോജിക്കലി ഇതെങ്ങനെ കണക്ട് ചെയ്യും? ഭൗതികവും ആത്മീയതയും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇവരുടെ. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യുമെന്നുള്ള ഒരു സംശയം. അപ്പോൾ അതിന് ലോജിക്കൽ എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടേ? അറിവുള്ളവർ ചോദിക്കില്ലേ അതെങ്ങനെ അവരെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അതിനകത്തിൽ നമ്മൾ പറഞ്ഞു ഇത് ഈ അഘോരിക്ക് കൊടുക്കുന്ന ഒരു അസൈൻമെൻ്റാണ്. കാരണം ധർമ്മ സംരക്ഷണമാണല്ലോ ഇവരുടെ ലക്ഷ്യം. അതെ. അപ്പോൾ അതിൻ്റെ ചില മിനി അസൈൻമെൻറ്റ്സ് ഉണ്ടല്ലോ നമ്മൾ കോളേജിലൊക്കെ പഠിക്കും. അതുപോലെ കൊടുക്കുന്ന ഒരു അസൈൻമെൻ്റാണ് ഇന്ന് നാട്ടിൽ പോയി ഏതെങ്കിലും ഒരു ധർമ്മപരമായ കാര്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് കറക്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരിക. അങ്ങനെയാണ് ഈ
കൊലപാതകം നടക്കുന്നതെന്നുള്ള ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടെ കുംഭമേള ചെന്ന് ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നാഗാസന്യാസിമാരും ഗുരുക്കന്മാരും ശിവാനന്ദഗിരി സ്വാമികളും അവരെയൊക്കെ സംസാരിക്കാൻ ഭാഗ്യമുണ്ടായി. കാശിയിൽ പോയിട്ട് നമ്മൾ അതിനുശേഷം കാശിയിൽ പോയിട്ട് അവിടെയുള്ള ശ്മശാന ഘട്ടിലൊക്കെ പോയി. അതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ സന്യാസിമാരായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നും ഇട്ടിട്ടില്ല, കുറച്ചൊക്കെ ഇട്ടിട്ട് വന്നു. മണികർണിക ഘട്ടിലൊക്കെ രാത്രിയിൽ അഘോരികൾ വരും ശവസാധന ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ശ്മശാന സാധന ചെയ്യാനൊക്കെ. അവരുമായിട്ടൊക്കെ സംസാരിച്ചു ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോഴാണ് പല കാര്യങ്ങൾ വരുന്നത്. പിന്നെ നാഗാസന്യാസിമാരുമായിട്ട് അവിടെ കുംഭമേളയ്ക്ക് പോയപ്പോൾ സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് അവർക്ക് ആൾറെഡി ഇങ്ങനൊരു സംഭവമുണ്ട്. ഓ, ഭ്രമൺ എന്നാണ് അതിന് പറയുക. ഓ, അസൈൻമെന്റ്സ് ഉണ്ട്. ഞെട്ടിപ്പോയി. നമ്മളറിയാത്ത ഒരുപാട് നിഗൂഢമാണ് സംഗതികൾ, നമ്മളൊന്നും അറിയുന്നില്ല. ടൈറ്റാനിക്കിൻ്റെ ഒരു ഐസ്ബർഗിൻ്റെ ടോപ്പേ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത് മേലിൽ നിന്ന് നമ്മളൊരു ഉപകരണം മാത്രമാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നമ്മളൊന്നും അല്ലെന്ന് മനസ്സിലാകുന്ന സമയങ്ങളാണ് നേരം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളങ്ങ് ഒന്നും ഇല്ലാതായി പോകും. നമ്മുടെ അഹങ്കാരമൊക്കെ ഒട്ടും ഇല്ലാതായി പോകും. അതുവരെ നമ്മൾ വിജയിച്ച് നമ്മൾ എഴുതിയെന്നൊക്കെ ഉള്ളതിലായിരിക്കും നിൽക്കുന്നത്. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒന്നും അല്ലാണ്ടായിപ്പോയി, ചെതറിപ്പോയി. ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്. അത് വലിയൊരു തിരിച്ചറിവാണ്. അത് കുംഭമേളക്ക് പോയപ്പോൾ ഏറ്റവും വലിയ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഗുണം അതാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല സത്യത്തിൽ എന്ന് മനസ്സിലായി. ഇതൊരു വലിയ ഇത്രയും വലിയ ഗാലക്സികൾ അല്ലേ, പൊടി പോലല്ലേ നമ്മൾ കാണുന്ന ഭൂമിയൊക്കെ. അതിനകത്ത് ഇവിടെ നിന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്ന അത്രയും മണ്ടത്രയും അറിയില്ലല്ലോ. അപ്പോൾ കുംഭമേള എന്താണെന്ന് പറഞ്ഞാൽ ശരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും ഭാരതത്തിൻ്റെ ഉത്സവമാണ്, അല്ലെ ലോകത്തിൻ്റെ ഉത്സവമാണ്. കാരണം ലോകത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുന്ന സ്ഥലമാണ്. അതെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഫെസ്റ്റിവലാണ്. ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ ഉത്സവം പോലെ തന്നെയാണ്. അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ കുണ്ടലിനി സഹസ്രാരത്തിലെത്തി ക്ഷേത്രയനെ രഹസ്യം വായിച്ചാൽ മതി, മാധവജിയുടെ മനസ്സിലാവും. ആ മുളയിടിയിലെന്ന് പറഞ്ഞാൽ ഈ കുണ്ടലിനിയുടെ വൈബ്രേഷൻ തലയിലുണ്ടാകുന്ന 1000 വിധത്തിലുള്ള താമരയിൽ പുഷ്പിക്കുന്ന പോലെ സഹസ്രാരപത്മത്തിൻ്റെ വിടർച്ച. ആറാട്ടം എന്ന് പറഞ്ഞാൽ അമൃതവർഷമാണ്. 72 നാടികളിലൂടെയുള്ള സമാധിയുടെ ടോപ്പ് സ്റ്റേജിലുണ്ടാകുന്ന അവസ്ഥയാണ് ഒരു യോഗിയൻ. അത് കുണ്ടലിനി സുഷുമ്നെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്. അപ്പോൾ സാധന കൃത്യമായിട്ട് ചെയ്താൽ അതിലേക്ക് എത്തിക്കാൻ പറ്റും, ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അമൃതവർഷത്തിൻ്റെ സിംബോളിക്കായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് സ്നാനം, ഷാഹി സ്നാനം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങോട്ട് പോകണം എന്നുള്ളത്, ധർമാർത്ഥ കാമ മോക്ഷങ്ങളിലൂടെ ഒരു സാധാരണ ആൾ എങ്ങനെ എത്തിച്ചേർന്ന് ഭാവിയിൽ എന്തായിരിക്കണം, ഈ പറയുന്ന സമാധി. ത്രിവേണി പുരി ബാബ എന്ന് പറയുന്ന സന്യാസി ത്രിവേണി സംഗമത്തിൽ കുളിച്ച് നേരെ വന്ന് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ചു കൊടുത്ത് സമാധി. അദ്ദേഹത്തിൻ്റെ ഗുരു അങ്ങനെയായി. അപ്പോൾ ഈ ടെക്നോളജി ഒന്ന് പഠിക്കണം. ഇഷ്ടത്തിന് ഇങ്ങനെ മരിക്കുക, ആത്മഹത്യയല്ലത്, സന്തോഷത്തോടു കൂടി. അത് ഭാരതത്തിൻ്റെ സംഭാവനയല്ലേ ഇതൊക്കെ, ഈ ശാസ്ത്രങ്ങളൊക്കെ. ഇതിലെന്തോ ഉണ്ടല്ലോ, ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് തള്ളുന്നതിൽ മണ്ടത്തരമല്ലേ. സ്വന്തം ലോജിക്കുള്ള ബുദ്ധിയുള്ള ഒരാൾക്കും അത് ചുമ്മാ തള്ളിക്കളയാൻ പറ്റും. വിവരമില്ലാത്തവർക്ക് മാത്രം എന്തും പറയാം. ബുദ്ധിയുള്ള ആളുകൾക്ക് തള്ളിക്കളയാൻ പറ്റൂല, സത്യസന്ധതയുള്ളവർക്ക് തള്ളിക്കളയാൻ പറ്റൂല. എന്താണ് ടെക്നോളജി? അപ്പം ഈ ഓരോ വ്യക്തിയും ഈ പറയുന്ന അവൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം ഉപബോധ മനസ്സിലേക്ക് കയറ്റുകയാണ് ശരിക്കും കുംഭമേളയുടെ സംഭവിക്കുന്നത്. ഫ്യൂച്ചർ അങ്ങനെ അത് ലക്ഷ്യമാക്കി പോകുന്ന ആൾ ധർമ്മത്തിലൂടെ ചരിക്കത്തു. അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഈ തെറ്റേത് ശരിയേത് എന്ത് ചെയ്യണം എന്നുള്ള തിരിച്ചറിവ് തരുന്ന ഒരു ടോർച്ചാണ് നമ്മളുടെ സമാധിസ്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യമെന്ന് ഭാരതീയ ചിന്താധാരകൾ പറയുന്നത്. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൻ്റെ ഒരു കണക്ഷൻ ഉണ്ടാക്കി തരാൻ വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് ഉപബോധ മനസ്സിലേക്ക് ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുംഭമേള നടത്തപ്പെടുന്നത്. അപ്പോൾ അവിടെ പോയി കുളിക്കുന്ന സമയത്ത് ഈ അമൃത സ്നാനമാണ്, യോഗിയുടെ അമൃതാനന്ദം സ്നാനമാണ്. അതുകൊണ്ടാണ് ഗരുഡൻ ഈ അമൃതകുംഭവുമായിട്ട് പോയ സമയത്ത് റെസ്റ്റ് ചെയ്ത സ്ഥലങ്ങളിലാണ് ഈ കുംഭമേള അവിടെ തുളുമ്പി വീഴുക ഉണ്ടായി എന്നൊക്കെ സിംബോളിക്കായിട്ട് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. അപ്പോൾ അതാണ് ഒരാളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള
ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആണ് നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയി വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്. ഇത്രയും പേരെയൊക്കെ നമ്മൾ കാണുമ്പോൾ, ഇത്രയും നാഗാസന്യാസിമാരെയൊക്കെ കാണുമ്പോൾ എന്താണ് ധർമ്മം അല്ലേ? അപ്പോൾ ആ എന്താണ് ധർമ്മം, നമ്മുടെ ധർമ്മം എന്താണ് എന്നുള്ളതും കൂടെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ച് കയറും. അപ്പോൾ നമുക്ക് പിന്നെ ജീവിതത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നില്ല. ഭാരതത്തിൻ്റെ ആത്മാവ് തൊട്ടറിയാൻ പറ്റുന്ന നിമിഷങ്ങൾ. അപ്പോൾ അവിടെ വന്നവർ യോഗി, അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ആളുകൾ വന്നിട്ട് അവർക്ക് വേണ്ടത് കണ്ടിട്ട് പോകും. അതെ, എന്താണോ കാണേണ്ടത് കണ്ടിട്ട്. അതെ അതെ. ഇന്നലെ ഞാൻ ശ്രീനിവാസ വൈ എന്ന് പറഞ്ഞ സാറിൻ്റെ സംസാരിക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ കുറേ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് എന്നോട് പറഞ്ഞു, സാറേ ആറ്റുകാൽ പൊങ്കാല കാണാൻ വന്നവർ അതിൻ്റെ പുണ്യം വേണ്ടുന്നവർ പൊങ്കാല കണ്ടിട്ട് പോയി, അതിൻ്റെ നെഗറ്റീവ് സൈഡ് വേണ്ടുന്നവർ അഴുക്കാലിൻ്റെ മുകളിൽ പൊങ്കാല ഇടുന്നതും സിനിമാ നടി പൊങ്കാല ഇടുന്നതും ഇതൊക്കെ കണ്ടിട്ട് പോയി. ഞാൻ എന്തായാലും പുണ്യമാണ് കണ്ടത് എന്താണ്. അപ്പം അതാണ് ഒരു മഹത്തായ ഒരു സന്ദേശമാണ്. ഇങ്ങനൊക്കെ ആളുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനൊരു വലിയ വിഭാഗം ആളുകൾ അങ്ങനെ ഒരാളുടെ ജീവിതം അയാൾ ഇങ്ങനെ ഒഴിഞ്ഞു വെക്കുമ്പോൾ ചുമ്മാ ഒഴിഞ്ഞു വെക്കും. നമ്മൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒഴിഞ്ഞു വെക്കുവാണ്, എല്ലാം വിട്ടിട്ട് ഇങ്ങനെ ഒരു ധർമ്മ സംരക്ഷണാർത്ഥം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു വെക്കുക എന്ന് പറയുമ്പോൾ, ലൈഫ് അങ്ങനെ വെക്കുന്നു ഒഴിഞ്ഞു വെക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഉണ്ട്. അത് ഇത്രയും ആളുകൾ. അപ്പം അവിടെ നമുക്ക് പ്രത്യേക വൈബ്രേഷനാണ്. നമ്മുടെ ഈ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ സാമൂഹികമായി ജീവിക്കുമ്പോൾ വൈബ്രേഷൻ അല്ല അവിടെ ഉണ്ടാകും. ആ ആത്മസാക്ഷാത്കാരപരമായ യാത്രയിൽ പോകുന്ന ആളുകൾക്ക് അത് കൂടുതൽ ഫീൽ ചെയ്യും. പിന്നെ അവിടെയുള്ള എല്ലാവരും ബോധവാന്മാരാണോ അല്ലെങ്കിൽ ബോധോദയം നേടിയവരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ളവരുണ്ടാവും, അല്ലാത്തവരും. എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾ. പക്ഷെ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ്, അതുകൊണ്ട് അവർക്കൊരു പ്രാധാന്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചുണ്ടാവുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ആ പറയുന്ന ഒരു എക്സ്പീരിയൻസിലേക്കാണ് പോകുന്നത്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ അതവിടെ ഇരിക്കട്ടെ, ബേസിക്കായിട്ടുള്ള അനുഭവങ്ങളുടെ കാര്യമാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് വീണ്ടും കാണാൻ സാധിച്ചതിൽ. ഇനിയും കാണാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടെ. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ.